മുജ്തബ് കമ്നിയുടെ പുതിയൊരു വീഡിയോ ഇറാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ പ്രത്യേകത ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഇസ്രായേലിനെതിരെയുള്ള വലിയൊരു ത്രെട്ടാണ് ആ വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും എന്താണ് ആ ത്രെട്ട് എന്നുള്ളത്. ഞാൻ ആ വീഡിയോ വെച്ച് തരാം. അതിനു മുൻപായി ഇസ്രായേലിലെ ഹൈഫയിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇറാന്റെ ഭാഗത്തുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഹൈഫയിലെ 10ഓളം സൈറ്റുകളിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയാണ്, ഇറാന്റെ ചീഫ് ഓഫ് ഇന്റലിജൻസ് ചീഫ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഇസ്രായേലിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് നിലവിളിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്ത് തരാം. അതുപോലെ ഇറാന്റെ IRGC സ്പോക്ക് പേഴ്സന്റെ ഒരു ത്രെട്ട്, പുതിയൊരു ത്രെട്ടും കൂടി വന്നിട്ടുണ്ട്. കുറച്ച് ഗുരുതരമായിട്ടുള്ള ത്രെട്ട് തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ ഖംനിയുടെ വീഡിയോ കണ്ടിട്ട് വരാം. എത്ര പേര് ആ പ്രൊജക്ടർ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇത് അവരുടെ വാർ റൂമാണ്. ആ വാർ റൂമിലേക്ക് മുജ്തബ് ഖമനിയുടെ എൻട്രി ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അവിടെ കാണിച്ചിട്ടുള്ള ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്. ആ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിമോന ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ്, അതായത് ന്യൂക്ലിയർ പ്ലാന്റ് ആണ് ഇസ്രായേലിലുള്ളത്. ഇതിന്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ഷിമോൺ പാരിസ് നിഗവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്നാണ്. ഇതിനെ കോമൺലി വിളിക്കുന്ന പേരാണ് ഡിമോന ന്യൂക്ലിയർ ഫെസിലിറ്റി എന്ന് വിളിക്കും. ഈ ഒരു കാര്യമാണ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് ആ പ്രൊജക്റ്റിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണത്, സോറി ഒരു ഫോട്ടോ ആണത്. ഈ സ്ഥലത്തിന്റെ കോർഡിനേറ്റ്സ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇസ്രായേലിനുള്ള താക്കീതാണ്. ഞങ്ങൾ ഇതൊക്കെ ഓൾറെഡി ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക്, അതായത് ഇറാന്റെ പ്ലാൻസിന്, ന്യൂക്ലിയർ പ്ലാൻസിനോ അല്ലെങ്കിൽ മറ്റു ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ അടി വരുമ്പോൾ ഞങ്ങൾ അടിക്കാൻ പോകുന്ന ഒരു സ്ഥലം ഇതായിരിക്കും എന്നുള്ള സൂചനയാണ് ഇസ്രായേലിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വീഡിയോയിലൂടെ. കാരണം ഈ വീഡിയോയിൽ ഒരു അക്ഷരം പോലും സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ത്രെട്ട് ഇസ്രായേലിന് കൊടുക്കാനില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു സത്യം. കാരണം അത്രയും വലിയൊരു ത്രെട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഒരു സെന്റൻസ് പോലും പറയാത്ത ഈ വീഡിയോയിലുള്ള ത്രെട്ട്. പിന്നെ ഒരു വിഷ്വൽ കാണിച്ചു തരാം. ഈ വിഷ്വൽ എന്ന് പറയുന്നത് ഇന്നലത്തേതാണ്, അതായത് 5-ാം തീയതിന്റെ വിഷ്വൽ ആണ്. പക്ഷേ ഇന്നാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പബ്ലിഷ്ഡ് ബൈ പ്രോ ഇറാനിയൻ ആംഡ് ഗ്രൂപ്പ് ഇൻ ഇറാഖ്. ഇറാഖിലുള്ള പ്രോ ഇറാനിയൻ ആംഡ് ഗ്രൂപ്പാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണിക്കുന്നത് ഷോൺ ഡ്രോൺസ് ബീങ് ലോഞ്ച്ഡ് ടുവേർഡ് US ബേസ്, അതായത് കുവൈത്തിലുള്ള, ജോർദാനിലുള്ള, സിറിയയിലുള്ള US ബേസിന് നേരെയുള്ള ഡ്രോണിനെ അയക്കുന്ന വിഷ്വൽസ്, ലോഞ്ച് ചെയ്യുന്ന വിഷ്വൽസ് ആണ് ഇതിലൂടെ കാണിക്കുന്നത്. അതൊന്ന് കണ്ടിട്ട് വരാം. കണ്ടില്ലേ? 3 സ്ഥലങ്ങളിലായിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്ന വിഷ്വൽസ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. 3ഉം US ബേസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ഹൈഫയിലെ ഓവർ 10 സൈറ്റ്സ് ഹിറ്റ് ഇൻ ഹൈഫൈ ഇൻ ലേറ്റസ്റ്റ് ഇറാനിയൻ അറ്റാക്കിലൂടെ 10ഓളം സ്ഥലങ്ങളിൽ അടി കൊണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു വീഡിയോ വിഷ്വൽ നമുക്ക് കാണാം.
കണ്ടില്ലേ ഹൈഫയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഏതാണ്ട് ഒരു 3-4 ദിവസമായി ഇറാൻ ഇസ്രായേലിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഹൈഫ. ഹൈഫയിൽ ഇന്നലെ ആയിട്ടും ഇന്നുമായിട്ടും മിനിയാന്നൊക്കെ ആയിട്ടും നല്ല രീതിയിൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈഫയിൽ ഇന്നലെ കിട്ടിയ ഒരു അടിക്ക് ഒരു സ്ട്രക്ചർ പൊളിഞ്ഞു വീണിട്ട് അവിടെ ഇപ്പോൾ അതായത് ഈ അവശിഷ്ടത്തിന്റെ അടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ട്, ഇസ്രായേലുകൾ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ സെർച്ച് ചെയ്യുന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിന് മുൻപ് ഇട്ട വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് US-ഇസ്രായേലി സ്ട്രൈക്കിൽ കിൽ ഇറാൻ ഗാർഡ് ഇന്റലിജൻസ് ചീഫ്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് ചീഫാണ് ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദ മേജർ ജനറൽ മജീദ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻഡ് എഡ്യൂക്കേറ്റഡ് ഹെഡ് ഓഫ് ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചീഫ് ഓഫ് സ്റ്റാഫ്, അതായത് നമ്മുടെ ഇസ്രായേലിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് ഹോം ഫ്രണ്ട് കമാൻഡ് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. I'm standing here in Haifa. Behind me, you can see the destruction site. Earlier this evening, a missile that was launched from Iran hit this site, a building in the middle of the city of Haifa. In this building, right at this moment, there are 4 people captured, missing. Other than these people, many others injured, and we needed to evacuate them to hospitals. Once again, the Iranian regime aims its missiles to civilian target, to the civilian population of the state of Israel. And here again, we have a major destruction site, and you can see serious damage here behind me. The Israeli public is resilient. The IDF keeps on. കേട്ടില്ലേ ആരായി പറയുന്നത്? സിവിലിയൻസ് ഏരിയയിൽ ടാർഗറ്റ് ചെയ്യുന്നു ഇറാൻ എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇവര് വലിയ പുണ്യാളന്മാരാണല്ലോ. ഇവർ ആദ്യം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്കൂളിന് നേരെയാണ്, കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് നേരെയാണെന്നുള്ള കാര്യം ഇയാൾ അറിഞ്ഞിട്ടില്ലേ? പല ക്യാമ്പ്സിലും, അതായത് കുട്ടികളൊക്കെ ഉള്ള ക്യാമ്പ്സിലേക്ക് ഇവർ ഫയർ ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടാവില്ല ഇയാൾക്ക് ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഇറാൻ സിവിലിയൻ ഏരിയാസിലാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് IRGC സ്പോക്ക് പേഴ്സന്റെ ഒരു ത്രെട്ട് കേട്ടിട്ട് വരാം. ما از ابتدا اعلام کرده بودیم که هر تعرضی به اهداف غیر نظامی با پاسخ مضاعف به منافع دشمن در هر نقطه از منطقه روبرو خواهد شد. در صورت تکرار حمله به اهداف غیر نظامی، مراحل بعدی عملیات‌های تهاجمی و تلافی جویانه ما بسیار کوبنده‌تر و گسترده‌تر اجرا خواهد شد و ضررها و خسارات آنها در اصرار بر این رویکرد چند برابر خواهد بود و من نصر الا من عند الله العزیز الحکیم. കേട്ടില്ലേ? അതായത് ഇനിയും ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഒന്നും കൂടി പറയുന്നു. ഇനിയും ഞങ്ങളുടെ, അതായത് ഇറാന്റെ സ്ഥലത്തുള്ള സിവിലിയൻ ഏരിയയിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ, 2 ഇരട്ടി അടി നിങ്ങളുടെ സ്ഥലങ്ങളിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2 മടങ്ങായി തിരിച്ചടിക്കുകയും ചെയ്യും. അതിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് ഡാമേജും ലോസ് ഒക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പം കാണുന്ന പോലെയല്ല, ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഡാമേജും ലോസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ ആദ്യം പറയുന്നത് പോലെ ട്രംപിന്റെ വീരവാദം പോലെയല്ല. യുവന്മാരെ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിരിക്കും. അത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിരിക്കും. നല്ല രീതിയിൽ US ഇസ്രായേലിനായിരുന്നാലും ശരി നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നാലും സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് US-ഉം ഇറാനും തമ്മിൽ ഏതാണ്ട് ഒരു ഡീൽ എത്തിയിട്ടുണ്ട്. അതായത് യുദ്ധം ഒരു സീസ് ഫയറിലേക്ക് പോയി, പിന്നീട് ഒരു 15 മുതൽ 20 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഒരു അഗ്രിമെന്റ് കൊണ്ടുവന്നു മുഴുവനായിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ആദ്യമേ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീസ് ഫയറിനും ഞങ്ങൾ നിൽക്കില്ല എന്നൊരു കാര്യം. ഒരു ഫൈനൽ അഗ്രിമെന്റിൽ മാത്രമേ ഇറാൻ നിൽക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.